വോട്ടർ പട്ടിക ക്രമക്കേട് തന്നെയാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. രാജ്യത്ത് ഏറ്റവും അധികം വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണത്. ഈ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്നാണ്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടിക ക്രമക്കേടിലും കമ്മീഷന്റെ പ്രതികരണമുണ്ടാകും. ഇതേ വിഷയമുയർത്തി രാഹുൽ ഗാന്ധിയും RJD നേതാവ് തേജസ്വി യാദവും നയിക്കുന്ന വോട്ടധികാർ യാത്രയ്ക്കും ഇന്ന് ബീഹാറിൽ തുടക്കമാവുകയാണ്. വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, രാഹുൽ ഗാന്ധി ഉയർത്തിയ 5 ചോദ്യങ്ങൾ, ആ 5 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാകുമോ ഇന്നത്തെ വാർത്താ സമ്മേളനം? അങ്ങനെ പ്രതീക്ഷിക്കാം. കാരണം രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്, അല്ലെങ്കിൽ BJPയുടെ വിജയം വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണെന്ന് ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ 7-ാം തീയതിയാണ്. അതിനുശേഷം 11 ദിവസം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടക്കുന്നത്. കാരണം സാധാരണഗതിയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിക്കാറുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ അത്തരം ഷെഡ്യൂളുകളിൽ അല്ലെങ്കിൽ അറിയിപ്പുകളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് എന്ന് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ബീഹാറിലാണ്. ബീഹാറിൽ പക്ഷേ നിയമസഭയുടെ കാലാവധി അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ തന്നെ അത് സെപ്റ്റംബർ മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും കമ്മീഷൻ മറുപടി പറയാൻ തന്നെയാണ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും 11 ദിവസം പിന്നിടുമ്പോൾ കമ്മീഷൻ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് അല്ലെങ്കിൽ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങളിൽ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. ഏതായാലും രാഹുൽ ഗാന്ധി ഗുരുതരമായ ആരോപണങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് കർണാടകയിലെ മഹാദേവപുര എന്ന് പറയുന്ന മണ്ഡലത്തിൽ മാത്രം 1 ലക്ഷത്തിലധികം വോട്ടുകൾ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് തെളിവുകളടക്കം നിരത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് കമ്മീഷൻ ഇതെല്ലാം തള്ളിക്കളഞ്ഞിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തെളിവുകൾ ഉണ്ടെങ്കിൽ അത് സത്യവാങ്മൂലം നൽകണമെന്ന ആവശ്യമാണ് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നത്. പ്രത്യേകിച്ച് കർണാടകയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറടക്കം ആ ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും രാഹുൽ ഗാന്ധി അത് തള്ളിക്കളയാണ്, നോട്ടീസൊക്കെ തന്നെ തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ന് കമ്മീഷൻ എന്തു പറയും എന്നുള്ള കാര്യം നിർണായകമാണ്. ഏതായാലും കമ്മീഷന്റെ ഭാഗത്തുനിന്നായി ഇന്നലെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. അതിലേതായാലും ഈ ആരോപണങ്ങളൊക്കെ തന്നെ കമ്മീഷൻ തള്ളിക്കളയുന്നുണ്ട്. കാരണം ഈ പട്ടിക തയ്യാറാക്കുന്നത് കമ്മീഷൻ നേരിട്ടല്ല, മാത്രവുമല്ല എല്ലാ ഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തം കൂടി ഉറപ്പിച്ചാണ് കമ്മീഷൻ ഇത്തരമൊരു നടപടികളിലേക്ക് കടക്കുന്നത്. മാത്രവുമല്ല കരട് പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകുന്നുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ആ പട്ടിക പരിശോധിക്കുന്നതിൽ ജാഗ്രത കുറവുണ്ടായി എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ആ വാർത്താക്കുറിപ്പിലുണ്ട്. അതിനെതിരെ കോൺഗ്രസ് അടക്കമുള്ളവർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ എന്തു പറയും എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ഇന്ന് 3 മണിക്കാണ് ഏതായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്യാനേഷ് കുമാർ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങളും ഇപ്പോൾ കോടതി കയറിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു കൃത്യമായ വ്യക്തത കമ്മീഷന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ കമ്മീഷൻ എന്താണ് നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളുടെ നിലപാടും കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്യും. ഏതായാലും ഈ വിഷയം സജീവമായി ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. പ്രത്യേകിച്ച് ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ യാത്രയ്ക്ക്, വോട്ട് അധികാർ യാത്രയ്ക്ക് ബീഹാറിൽ തുടക്കമാവുകയാണ്. കാരണം ബീഹാറിൽ ഈ സഭാ സമ്മേളനം, പാർലമെന്റ് നടപടികൾ കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് ആരംഭിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം, അല്ലെങ്കിൽ സർക്കാരുമായി ഈ വിഷയത്തിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട വിഷയം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണമായിരുന്നു. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനമൊക്കെ വരുന്നത്. അപ്പോൾ ആ വിഷയം സജീവമായി നിർത്തുകയാണ് ഇന്ത്യ സഖ്യം. ഇന്നേതായാലും സാസാറാമിൽ ആ യാത്രയ്ക്ക് തുടക്കമാവുകയാണ്. രാഹുൽ ഗാന്ധി ആണ് യാത്ര നയിക്കുന്നത്. ഒപ്പം രാഹുൽ ഗാന്ധിക്കൊപ്പം തേജസ്വി യാദവ് ഉണ്ട്, RJD നേതാവാണ്. അദ്ദേഹമാണ് RJD നയിക്കുന്നത്. കാരണം ബീഹാറിന്റെ രാഷ്ട്രീയം എടുക്കുകയാണെങ്കിൽ 2005 ശേഷം ബീഹാർ നിതീഷ് കുമാറിന്റെ കൈവശമാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകുമ്പോഴും അല്ലെങ്കിലും ഭൂരിപക്ഷ സമയത്തും NDAയ്ക്കൊപ്പമായിരുന്നു. അപ്പോഴും ബീഹാർ ഭരിക്കുന്നത് നിതീഷ് കുമാറാണ്. അതിൽ ചെറിയൊരു കാലയളവിൽ മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് മാറ്റമുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു ഭരണമാറ്റം അവിടെ ഇന്ത്യ സഖ്യം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ശ്രമം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഏതായാലും വോട്ടധികാർ യാത്രയ്ക്ക് തുടക്കമാകുന്നത്. ഏതാണ്ട് 16 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര 1-ാം തീയതി, സെപ്റ്റംബർ മാസം 1-ാം തീയതി പട്നയിലാണ് അവസാനിക്കുക. ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളൊക്കെ തന്നെ അവിടെ എത്തുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ആണ് ഈ യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ സജീവമായി തന്നെ ഈ വിഷയം ഏറ്റെടുക്കുകയാണ് ഇന്ത്യ സഖ്യം എന്ന കാര്യത്തിലും സംശയമില്ല.